Hello, everyone. Welcome back to Mira's English Hub. I'm Ragna, and I hope you're all progressing well with your studies. In our last class, we explored fascinating concepts like lenis and fortis sounds, ejective consonants, co-articulation, and more. We also dived into the world of sounds with topics like tense and lax vowels, linking and intrusive R, dark and clear L, obstruents, sonorants, and liquids. Today, we are shifting our focus to syllables, the building blocks of words. We'll learn about the types of words based on the number of syllables, the structure of a syllable, including key elements like syllabic consonants, unique concepts like vocoids and contoids, types of syllables based on structure, and phonotactics. Plus, we'll explore consonant clusters, abutting consonants, resting consonants, releasing consonants, and even ambisyllabic consonants. Let's get started. First is syllable. ഞാനിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ syllables എന്ന് പറഞ്ഞാൽ എന്താണ്? They are the building blocks of words. A syllable is the basic unit of a sound in a word. It contains one vowel sound and may include surrounding consonants. എന്താണ് syllable എന്ന് പറയുന്നത്? Is a single unit of speech, either a whole word or one of the parts into which a word can be separated, usually containing a vowel. നിങ്ങളിത് നിങ്ങളുടെ പി ജി ആൻഡ് ഡിഗ്രി ക്ലാസ്സസിൽ ഓൾറെഡി പഠിച്ചതായിരിക്കും ബട്ട് നമുക്കിതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാം. So, എന്താണ് syllable? A syllable is a unit of speech that's made up of a vowel sound with or without one or more consonant sounds. ഒരു വേർഡ് എടുത്താൽ അതിനെ നമ്മൾ ആ ഡിവൈഡ് ചെയ്തിട്ടാണ് syllable കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. So, types of words based on the number of syllables എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് മോണോസിലാബിക് വേർഡ്സ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ് മോണോസിലാബിക് വേർഡ്സ് എന്ന് പറയുന്നത്? വേർഡ്സ് വിത്ത് വൺ സിലബിൾ. നമ്മൾക്കറിയാം എവ്രി വേർഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ എ സിംഗിൾ സൗണ്ട് അല്ലേ? ആൻഡ് ഇൻ ദാറ്റ് സൗണ്ട്സ് അറ്റ്ലീസ്റ്റ് വൺ സൗണ്ട് ഇസ് ഹേർഡ് ടു ബി മോർ പ്രോമിനൻറ്റ് ദാൻ ദ നെയ്ബറിംഗ് സൗണ്ട്സ്. If there is only one such prominent sound, the sequence said to consist of one syllable. Example നോക്കുകയാണെങ്കിൽ cat, dog, tree, run, sky ഇതൊക്കെ തന്നെ മോണോസിലാബിക് വേർഡ്സിന് എക്സാമ്പിൾ ആണ്. നമുക്കിത് ഫെർദർ ആയിട്ട് സിലബിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല ഈ വേർഡ്സ് എല്ലാം തന്നെ. ഇനി ഡൈസിലാബിക് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്സ് വിത്ത് ടു സിലബിൾസ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹാപ്പി, പേപ്പർ, ഫ്ലവർ. അത് ഡിവൈഡ് ചെയ്ത് നോക്കി. ഹാപ്പി എന്ന് പറയുമ്പം രണ്ട് സിലബിൾസ് അല്ലേ? പേപ്പർ അതും ടു സിലബിൾസ്. അതുകൊണ്ട് തന്നെ അത് ഡൈസിലാബിക് വേർഡ്സ് ആണ്. ഇനി ട്രൈസിലാബിക് വേർഡ്സ് ആണെങ്കിലോ വേർഡ്സ് വിത്ത് ത്രീ സിലബിൾസ്. എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയേ. എലിഫന്റ്, ബനാന. സോ എലിഫന്റിനെ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പം എങ്ങനെയാണ് വരുന്നത്? എൽ ഇ ഫെന്റ് അങ്ങനെയാണ് വരുന്നത്. അപ്പം ത്രീ സിലബിൾസ് ആണുള്ളത്. അതേപോലെ ബ ന ന എന്ന് പറയുമ്പം അതും ത്രീ സിലബിൾസ് ആണുള്ളത്. ചില സ്ഥലങ്ങളിൽ ട്രാൻസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ കഴിയുന്നതും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങാൻ പോകുന്നതാണ്. അപ്പം കുറച്ചുകൂടെ ക്ലിയർ ആവും നിങ്ങൾക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ വേർഡ്സിനെ. സോ ഇവിടെ പോളിസിലാബിക് വേർഡ്സ് എന്താണെന്ന് നമുക്ക് അടുത്തത് നോക്കാം. വേർഡ്സ് വിത്ത് ഫോർ ഓർ മോർ സിലബിൾസിനെയാണ് നമ്മൾ പോളിസിലാബിക് വേർഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ തന്നെ എത്ര സിലബിൾസ് ആണ് ഓരോ വേർഡിൽ? യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി 5 സിലബിൾസ് ഉണ്ട് അല്ലേ? അതേപോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴും വി ഹാവ് കമ്മ്യൂണിക്കേഷൻ, we have 5 syllables. So, ഇങ്ങനെയാണ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സിലബിൾസ് വേർഡ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് എ സിലബിൾ ആണ്.
എന്താണ് structure of a syllable? A syllable has a specific internal structure which consists of three main parts. ഏതൊക്കെയാണ് ആ three main parts? Onset, nucleus and coda. Let's break these down. First one is onset. Onset എന്ന് പറഞ്ഞാൽ the consonant or group of consonants that come before the vowel sound in a syllable. അതിനെയാണ് നമ്മൾ onset എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വേർഡിൽ അല്ലെങ്കിൽ ഒരു സിലബിളിൽ ഓൺസെറ്റ് ഓപ്ഷണൽ ആണ്. അത് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഇവിടെ എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ കാറ്റ് എന്നുള്ളൊരു വേർഡ് എടുക്കുമ്പം ഖ് ഇസ് എ ഓൺസെറ്റ്. ട്രെയിൻ എന്നുള്ള വേർഡ് എടുക്കുകയാണെങ്കിൽ TR എന്ന് പറയുന്നതാണ് ഓൺസെറ്റ്. ഇനി എഗ് എന്നുള്ള വേർഡ് എടുക്കുകയാണെങ്കിലോ ദർ ഇസ് നോ ഓൺസെറ്റ്. എന്തുകൊണ്ടാണ്? അവിടെ ബിഗിനിങ്ങിൽ കോൺസണന്റ് ഇല്ല. ദ വേർഡ് begins with a vowel sound. So, ഇത്രയും മനസ്സിലാക്കി വെക്കുക. Onset എന്ന് പറഞ്ഞാൽ is the beginning sound or sounds of a syllable made up of one or more consonants before the vowel. And keep this in mind, not all syllables have onsets, but when they do, they start the syllable. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയുകയാണെങ്കിൽ ടോപ്പ് എന്ന് പറയുമ്പം എന്തായിരിക്കും ഓൺസെറ്റ്? TOP. T ആണ് ഓൺസെറ്റ് അല്ലേ? അതേപോലെ സ്റ്റാർ STAR സ്റ്റാർ എന്ന് ഒരു വേർഡ് എടുക്കുകയാണെങ്കിൽ ഓൺസെറ്റ് എന്താണ്? ST ആണ് ഓൺസെറ്റ്. നെക്സ്റ്റ് വൺ ഇസ് പ്ലേ. PL എന്നുള്ളൊരു ആ ഒരു ഫസ്റ്റ് 2 സൗണ്ട്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആണ് നമ്മൾ ഓൺസെറ്റ് ആയിട്ട് എടുക്കുന്നത്. ദെൻ അപ്പ് എന്നുള്ളൊരു വേർഡ് എടുക്കുകയാണെങ്കിലോ അവിടെ ഓൺസെറ്റ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ദ വേർഡ് ബിഗിൻസ് വിത്ത് എ വവൽ സൗണ്ട് അല്ലേ? ആ സിലബിൾ തുടങ്ങുന്നത് തന്നെ വവൽ സൗണ്ടിലാണ്. നെക്സ്റ്റ് വൺ ഇസ് ഈറ്റ് എന്നുള്ളൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ അവിടെയും നമുക്കറിയാം സിലബിളിൽ എന്തില്ല? കോൺസണന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഓൺസെറ്റ് ഇല്ല. സോ ഇത്രയും മനസ്സിലാക്കി വെക്കുക. എന്താണ് ഓൺസെറ്റ് എന്ന് പറയുന്നത്? ദ ഓൺസെറ്റ് ഇസ് ദ beginning sound or sounds of a syllable made up of one or more consonants before the vowel. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കോഡ. എന്താണ് കോഡ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഫൈനൽ കോൺസണന്റ് ഓർ കോൺസണൻസ് ഓഫ് എ സിലബിൾ. The coda is the ending sound or sounds of a syllable made up of one or more consonants after the vowel. ഇവിടെയും ഓൺസെറ്റിനെ പറഞ്ഞ പോലെ തന്നെ നോട്ട് ഓൾ സിലബിൾസ് ഹാവ് എ കോഡ, ബട്ട് വെൻ ദേ ഡു ദേ ക്ലോസ് ഓർ ഫിനിഷ് ദ സിലബിൾ. ഇവിടെ എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുള്ളത് നോക്കാം. കാറ്റ് എന്നുള്ള വേർഡ് എടുക്കുകയാണെങ്കിൽ ട് ഇസ് എ കോഡ. റൺ ആണെങ്കിലോ ന് ഇസ് എ കോഡ. ബെസ്റ്റ് എന്നുള്ള വേർഡ് എടുക്കുകയാണെങ്കിൽ ST ഇസ് കോഡ. ആൻഡ് ജംപ് ആണെങ്കിൽ MP ആണ് ആ ഒരു വേർഡിലെ കോഡ എന്ന് പറയുന്നത്. ഇനി GO എന്നുള്ളൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ അവിടെ കോഡയുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ബിക്കോസ് ദ സിലബിൾ എൻഡ്സ് വിത്ത് ദ വവൽ O, ഗോ എന്നാണ് നമ്മൾ പറയാം. സോ ദർ ഇസ് നോ കോഡ. അതേപോലെ TREE ട്രീ എന്നുള്ളൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ അവിടെ ദർ ഇസ് നോ കോഡ ബിക്കോസ് ദ വവൽ E finishes the syllable without a consonant കോഡ. സോ ഓൺസെറ്റും കോഡയും എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂക്ലിയസ് ആണ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ന്യൂക്ലിയസിനെ നമ്മൾ സിലബിളിലെ ന്യൂക്ലിയസിനെ നമ്മൾ സിലബിൾ പീക്ക് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ദ സെൻട്രൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ സിലബിൾ, യൂഷ്വലി എ വവൽ സൗണ്ട്. ഇതിനെ നമുക്ക് ഹാർട്ട് ഓഫ് ദ സിലബിൾ എന്ന് പറയാം. ഇത് ഓൺസെറ്റും കോഡയും പോലെയല്ല. ദിസ് ഇസ് മാൻഡേറ്ററി ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എവ്രി സിലബിൾ മസ്റ്റ് ഹാവ് എ ന്യൂക്ലിയസ്. എക്സാമ്പിൾസ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. കാറ്റ് എന്നുള്ള വേർഡ് തന്നെ എടുക്കാം. അതിൽ ആ എന്ന് പറയുന്നതാണ് ന്യൂക്ലിയസ്. അതുപോലെ തന്നെ ഓപ്പൺ നമ്മൾ സിലബിൾസ് ആണ് എടുക്കുന്നത്, വേർഡായിട്ട് കംപ്ലീറ്റ് അല്ല എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ എന്ന് പറയുമ്പം അവിടെ 2 ന്യൂക്ലിയസ് ഉണ്ട്. ഫസ്റ്റ് സിലബിളായ എന്ന് പറയുന്നതിൽ എന്നുള്ള സൗണ്ടും സെക്കൻഡ് സിലബിളായ എന്ന് പറയുമ്പം എന്നുള്ള നമ്മൾ ശ്വാസ സൗണ്ടാണ് അവിടെ ന്യൂക്ലിയസ് ആയിട്ട് എടുക്കുന്നത്. ദെൻ സൈക്കിൾ എന്നുള്ളൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ I എന്ന് പറയുന്ന സൗണ്ടാണ് ഫസ്റ്റ് സിലബിളിലെ ന്യൂക്ലിയസ്.
ഖ് എന്ന് പറയുമ്പം ല് ആണ് സെക്കൻഡ് സിലബിളിലെ ന്യൂക്ലിയസ്. ഇവിടെ ല് എന്ന് പറയുന്നത് ഒരു സിലാബിക് കോൺസണന്റ് ആണ്. നമ്മളിപ്പം ന്യൂക്ലിയസിന്റെ കാര്യത്തിൽ പറഞ്ഞു, ന്യൂക്ലിയസ് പൊതുവെ ഒരു വവൽ സൗണ്ട് ആണ് എന്നുള്ളത്. ബട്ട് ഇവിടെ ല് എന്നുള്ള ഒരു സൗണ്ട് കോൺസണന്റ് ആണെന്ന് നമ്മൾക്കറിയാം. അതിനെയാണ് സിലാബിക് കോൺസണന്റ് എന്നാണ് പറയാം. അത് ഞാനിപ്പം ക്ലാസ്സിൽ കുറച്ച് കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ദ മോസ്റ്റ് പ്രോമിനന്റ് സൗണ്ട് ഇൻ എ സിലബിൾ ഇസ് സെഡ് ടു ബി സിലാബിക്. ഇറ്റ് ഇസ് കോൾഡ് ദ ന്യൂക്ലിയസ് ഓഫ് ദ സിലബിൾ. അത് പൊതുവെ ഒരു വവൽ അല്ലെങ്കിൽ ഒരു ഡിഫ്തോങ് ആണ് ന്യൂക്ലിയസ് ആയിട്ട് ഒരു സിലബിളിൽ ഉണ്ടാകാറുള്ളത്. ദ വവൽ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ്, ദ സെൻട്രൽ എലിമെന്റ് ഓഫ് എ സിലബിൾ. ദ റെസ്റ്റ് ഓഫ് ദ സൗണ്ട്സ് ഇൻ എ സിലബിൾ ആർ നോൺ സിലാബിക് ഓർ മാർജിനൽ. സോ ഇത് മൂന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്ട്രക്ചർ ഓഫ് എ സിലബിളിന്റെ കാര്യത്തിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? മെയിൻ പാർട്സ് ഓഫ് എ സിലബിൾ എന്ന് പറയുന്നത് ഓൺസെറ്റ്, ന്യൂക്ലിയസ് ആൻഡ് കോഡയാണ്. ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ബിഗിനിങ് കോൺസണന്റ് ആണ്, അത് ഓപ്ഷണൽ ആണ്. ആൻഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സെൻട്രൽ വവൽ സൗണ്ട് ആണ്, ദാറ്റ് ഇസ് മാൻഡേറ്ററി. ആൻഡ് കോഡ എന്ന് പറയുന്നത് എൻഡിങ് കോൺസണന്റ് ഓർ ഗ്രൂപ്പ് ഓഫ് കോൺസണൻസ് ആണ്, ദാറ്റ് ഇസ് ഓപ്ഷണൽ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിലാബിക് കോൺസണൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് സിലാബിക് കോൺസണൻസ്? A syllabic consonant is a consonant that functions as the nucleus or vowel of a syllable, replacing a traditional vowel sound. Instead of a vowel forming the core of the syllable, ഇവിടെ എന്താണ് ഒരു ന്യൂക്ലിയസ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്? The consonant itself takes on this role. എപ്പോഴാണ് ഒരു സിലബിളിൽ സിലാബിക് കോൺസണൻസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ when there is no vowel sound in a syllable. അതായത് the consonant stands alone as the syllable nucleus. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബോട്ടിൽ, അതിൽ സെക്കൻഡ് സിലബിളിൽ ദർ ഇസ് നോ വവൽ അല്ലേ, ആൻഡ് ദ ല് ഇസ് സിലാബിക് കോൺസണന്റ്. ദെൻ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൊതുവേ ഈ ഒരു സിലാബിക് കോൺസണൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക് കോൺസണൻസിന്റെ കാര്യത്തിലാണ് നടക്കാറ്. അതായത് സിലാബിക് കോൺസണൻസ് ആർ യൂഷ്വലി നേസൽസ് ഓർ ലിക്വിഡ്സ്. നേസൽസ് നമുക്കറിയാം മ്, ന്, അതേപോലെ ലിക്വിഡ്സ് ആയിട്ടുള്ള ല്, ഇതൊക്കെയാണ് സിലാബിക് കോൺസണന്റിന്റെ റോള് ചെയ്യാറുള്ളത്. ആൻഡ് ദീസ് ആർ മോർ കോമൺ ഇൻ അൺസ്ട്രെസ്ഡ് സിലബിൾസ്. ദേ ഫ്രീക്വൻ്റ്ലി അപ്പിയർ ഇൻ ദ സെക്കൻഡ് സിലബിൾ ഓഫ് വേർഡ്സ് ഇൻ കാഷ്വൽ ഓർ ഫാസ്റ്റ് സ്പീച്ച്. ഇവിടെ ഞാൻ തന്നിട്ടുള്ള വേറെയും എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. ബട്ടൺ എന്ന് പറയുമ്പം ന് എന്നുള്ളതാണ് അവിടെ സിലാബിക് കോൺസണന്റ്. അതേപോലെ സ ഡൻ എന്ന് പറയുമ്പം ന് എന്നുള്ളതാണ് അവിടെ സിലാബിക് കോൺസണന്റ്. സോ ഇത് വളരെ ശ്രദ്ധിക്കുക. എന്താണ് സിലാബിക് കോൺസണൻസ് എന്ന് പറഞ്ഞാൽ? എ സിലാബിക് കോൺസണന്റ് ഇസ് എ കോൺസണന്റ് ദാറ്റ് ഫങ്ഷൻസ് ആസ് ദ ന്യൂക്ലിയസ് ഓർ വവൽ ഓഫ് എ സിലബിൾ, റീപ്ലേസിംഗ് എ ട്രഡീഷണൽ വവൽ സൗണ്ട്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വോക്കോയിഡ്സ് ആൻഡ് കോൺടോയിഡ്സ് ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി സിലാബിക് കോൺസണൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? എന്താണ് ഇൻ ഇംഗ്ലീഷ്? സം കോൺസണൻസ് ലൈക്ക് ല്, മ്, ന്, അതുപോലെ റ് ക്യാൻ സംടൈംസ് ആക്ട് ആസ് എ കോർ ഓർ ന്യൂക്ലിയസ് ഓഫ് എ സിലബിൾ. ഇതിനെയാണ് നമ്മൾ സിലാബിക് കോൺസണൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസും ഞാനിവിടെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെയുള്ള എക്സാമ്പിൾസ് മട്ടൺ, മട്ടൺ എന്നുള്ളൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ അവിടെ ന് ആണ് സിലാബിക് കോൺസണന്റ്. അതേപോലെ ലിറ്റിൽ എന്നുള്ള വേർഡ് എടുക്കുകയാണെങ്കിൽ ല് ആണ് സിലാബിക് കോൺസണന്റ്. Similarly, the sounds w and y in English are often vowel-like in quality, but they function as consonants. This creates a bit of confusion because some sounds that are usually considered consonants can act like vowels, and some vowel-like sounds function as consonants. So, ഇങ്ങനെയൊരു കൺഫ്യൂഷൻ നമുക്ക് വരാറുണ്ട് അല്ലേ? വവൽ ലൈക്ക് സൗണ്ട്സ് കോൺസണൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കോൺസണൻസ് വവൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ടേം കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോക്കോയിഡ്സ് ആൻഡ് കോൺടോയിഡ്സ് എന്ന് പറയുന്ന ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് സർട്ടൻ സൗണ്ട്സ് ദാറ്റ് ബിലോങ് ടു വൺ കാറ്റഗറി ടു ഫങ്ഷൻ ലൈക്ക് അനദർ കാറ്റഗറി. അതിനെയാണ് നമ്മൾ വോക്കോയിഡ്സ് ആൻഡ് കോൺടോയിഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പുട്ട് ഫോർവേഡ് ബൈ കെന്നത്ത് എൽ പൈക്ക്. ഇതൊരു അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആൻഡ് ആന്ത്രോപോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്കായ ഫൊണറ്റിക്സ് എന്ന് പറയുന്ന ബുക്കിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സോ എന്താണ് വോക്കോയിഡ്സ് എന്ന് പറഞ്ഞാൽ? വോക്കോയിഡ്സ് ആർ സൗണ്ട്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്ത് എ റിലേറ്റീവ്ലി ഓപ്പൺ വോക്കൽ ട്രാക്ട് സിമിലർ ടു ഹൗ വവൽസ് ആർ പ്രൊഡ്യൂസ്ഡ്.
They are sounds that allow the air to flow smoothly and are often vowel-like in their sound. ഇവിടെ there are two types of vocoids, syllabic vocoids and non-syllabic vocoids. അതായത് when there is a vowel in a syllable, the vowel sound is called syllabic vocoids. അതുപോലെ സെമി വവൽസ് ആയിട്ടുള്ള വ ആൻഡ് യ ദേ ആർ നോട്ട് പെർഫോമിംഗ് ലൈക്ക് വവൽസ്, സോ ദേ ആർ കോൾഡ് നോൺ സിലാബിക് വോക്കോയിഡ്സ്. അതുപോലെ തന്നെ കോൺടോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Contoids are sounds that are produced with more constriction or obstruction of airflow in the vocal tract, making them more consonant-like. These sounds often involve a partial or complete blockage of the airflow, which creates a distinct sound. ഇവിടെ കോൺടോയിഡ്സും ടു ടൈപ്സ് ഉണ്ട്, സിലാബിക് കോൺടോയിഡ്സ് ആൻഡ് നോൺ സിലാബിക് കോൺടോയിഡ്സ്. ഇഫ് ദർ ഇസ് നോ വവൽ ഇൻ എ സിലബിൾ, ദർ ആർ സം കോൺസണൻസ്. ഏതൊക്കെയാണ്? ല്, മ്, ന്, വിച്ച് ഹെൽപ് ദം ബൈ പെർഫോമിംഗ് ദ ഫംഗ്ഷൻ ഓഫ് എ വവൽ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സിലാബിക് കോൺടോയിഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി എക്സാമ്പിൾസ് കണ്ടു അല്ലേ? മട്ടൺ, ബട്ടൺ, ലിറ്റിൽ, ഇതിലൊക്കെ കോൺസണൻസ് ആണ് വവൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെൻ ദർ ആർ കോൺസണൻസ് ഇൻ ദ സിലബിൾ that are merely marginal sounds, they are called non-syllabic contoids. Example, pet എന്നുള്ളൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ p and t are non-syllabic contoids. So ഇത്രയുമാണ് വോക്കോയിഡ്സ് ആൻഡ് കോൺടോയിഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വോക്കോയിഡ്സ് are often vowels or semi-vowels, which are sounds that are produced with less restriction in the vocal tract. And contoids are consonants, which are sounds that involve more blockage or narrowing of the vocal tract to create friction or complete blockage of airflow. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എന്താണ് വോക്കോയിഡ്സ്, എന്താണ് കോൺടോയിഡ്സ് എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സിലബിൾസ് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ആണ്. There are three types: open syllables, closed syllables and complex syllables. അപ്പം എന്താണ് ഓപ്പൺ സിലബിൾസ്? These syllables end with a vowel sound and do not have a consonant at the end. അതായത് കോഡ ഉണ്ടാവാറില്ല ഓപ്പൺ സിലബിൾസിൽ. The vowel sound is free and open, making the syllable feel incomplete without a following consonant. ഇവിടെ എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്. me, me, no, no, ഇതൊക്കെ തന്നെ എന്താണ്? ഓപ്പൺ സിലബിൾസ് ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ ഇസ് നോ കോൺസണന്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ സിലബിൾ. അതേപോലെ go, go, ഇതൊക്കെ തന്നെ ഓപ്പൺ സിലബിൾസിന് എക്സാമ്പിൾ ആണ്. ഇനി ക്ലോസ്ഡ് സിലബിൾസ് എന്ന് പറഞ്ഞാലോ, ദീസ് സിലബിൾസ് എൻഡ് വിത്ത് എ കോൺസണന്റ് സൗണ്ട്, മീനിങ് ദേ ഹാവ് എ കോഡ. അതായത് the vowel is closed in by a consonant at the end of the syllable, giving a sense of completeness. ഇവിടെ എക്സാമ്പിൾസ് നോക്കിയേ. cat എന്നുള്ള വേർഡ് എടുക്കുകയാണെങ്കിൽ t എന്നുള്ളത് ഒരു കോൺസണന്റ് സൗണ്ട് ആണ്. അതേപോലെ dog, g എന്നുള്ളത് ഒരു കോൺസണന്റ് സൗണ്ട് ആണ്. ദെൻ jump, അതിലും നമുക്ക് എൻഡിങ് എന്താണ്? കോൺസണന്റ് സൗണ്ട് ആണ്. സോ ദേ ആർ ക്ലോസ്ഡ് സിലബിൾസ്. നെക്സ്റ്റ് കോംപ്ലെക്സ് സിലബിൾസ് ആണ്. എന്താണ് കോംപ്ലെക്സ് സിലബിൾസ്? These syllables contain clusters of consonants either at the beginning എന്ന് പറയുമ്പം onset, or the end എന്ന് പറയുമ്പം coda of the syllable, or both. അതായത് they are called complex because of the additional consonants, making them harder to pronounce compared to simple syllables. ഇവിടെ എക്സാമ്പിൾസ് നോക്കിയേ. പ്ലാന്റ്, അതായത് പ്ലാന്റ് എന്ന് പറയുമ്പം PL എന്ന് പറയുമ്പോൾ ഒരു കോൺസണന്റ് ക്ലസ്റ്റർ ഉണ്ട് അല്ലേ ബിഗിനിങ്ങിൽ, അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്. അതേപോലെ തന്നെ സ്പ്ലിന്റ് എന്ന് എടുക്കുകയാണെങ്കിൽ കോൺസണന്റ് ക്ലസ്റ്റർ അറ്റ് ബോത്ത് ദ ബിഗിനിങ് ആൻഡ് എൻഡ്. ഇവിടെ പ്ലാന്റിലും അതേപോലെ തന്നെ പ്ലാന്റ്, NT എന്ന് പറയുന്നത് എൻഡിങ്ങിൽ കോൺസണന്റ് ക്ലസ്റ്റർ തന്നെയാണ്. സ്പ്ലിന്റ് എന്ന് പറയുമ്പോഴും അതേപോലെ തന്നെയാണ്. NT എന്ന് പറയും കോൺസണന്റ് ക്ലസ്റ്റർ അറ്റ് ദ ബോത്ത് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ വേർഡ്സ് അല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓപ്പൺ സിലബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഡ്സ് വിത്ത് എ വവൽ സൗണ്ട്, ദർ വിൽ ബി നോ കോഡ. ആൻഡ് ക്ലോസ് സിലബിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഡ്സ് വിത്ത് എ കോൺസണന്റ് സൗണ്ട്, ദർ വിൽ ബി എ കോഡ. ആൻഡ് കോംപ്ലെക്സ് സിലബിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഡ്സ് വിത്ത് എ കോൺസണന്റ് ക്ലസ്റ്റേഴ്സ് ഇൻ ഓൺസെറ്റ് ഓർ കോഡ. എക്സാമ്പിൾ പ്ലാന്റ്, സ്പ്ലിന്റ്, ടെക്സ്റ്റ്, ഇതൊക്കെ തന്നെ കോംപ്ലെക്സ് സിലബിൾസിന്
എക്സാമ്പിൾ ആണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? വി ഡിസ്കസ്ഡ് അബൌട്ട് syllable. Syllable is the basic unit of a sound in a word. It contains one vowel sound and may include surrounding consonants. അല്ലേ? ഒരു syllable എന്ന് പറയുന്നത് is a unit of speech that's made up of a vowel sound with or without one or more consonant sounds. Then we discussed about types of words based on the number of syllables. ഏതൊക്കെ types ആയിരുന്നു? Monosyllabic words, words with one syllable neയാണ് monosyllabic words എന്ന് പറയുന്നത്. Then disyllabic words, words with two syllables, trisyllabic words, words with three syllables, and polysyllabic words, words with four or more syllables. Then we discussed about structure of a syllable. എന്താണ് structure of a syllable? It contains three main parts: onset, nucleus, it's also known as peak, and coda. Onset എന്ന് പറഞ്ഞാൽ എന്താണ്? The consonant or group of consonants that come before the vowel sound in a syllable. അതിനെയാണ് നമ്മൾ onset എന്ന് പറയുന്നത്. Onset optional ആണ് syllable. And next we discussed about coda. Coda എന്ന് പറഞ്ഞാൽ എന്താണ്? The final consonant or group of consonants. അല്ലേ? The ending sound or sounds of a syllable made up of one or more consonants after the vowel. Onsetനെ പോലെ തന്നെ കോഡയും ഓപ്ഷണൽ ആണ് അല്ലേ ഒരു വേർഡിൽ. Then we discussed about nucleus. Nucleus എന്ന് പറഞ്ഞാൽ the central and most important part of the syllable ആണ്, usually a vowel sound. അതിനെ നമ്മൾ heart of the syllable എന്ന് പറയുന്നു. And nucleus is mandatory. അതായത് every syllable must have a nucleus. പിന്നെ നമ്മൾ പറഞ്ഞത് ന്യൂക്ലിയസ് എന്ന് പറയുമ്പം എപ്പോഴും ഒരു വവൽ അല്ലെങ്കിൽ ഒരു ഡിഫ്തോങ് ആയിരിക്കും സിലബിളിൽ ന്യൂക്ലിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Then we talked about syllabic consonants. എന്താണ് syllabic consonants എന്ന് പറഞ്ഞാൽ? It's a consonant that functions as the nucleus or vowel of a syllable, replacing a traditional vowel sound. Then we discussed about vocoids and contoids. എന്താണ് vocoids, എന്താണ് contoids എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? കെനെത്ത് എൽ പൈക്ക് ആണ്. Then we talked about types of syllables based on structure. എത്ര ടൈപ്സ് ആണ് നമ്മൾ പറഞ്ഞത്? ഓപ്പൺ സിലബിൾ 3 ടൈപ്സ് പറഞ്ഞു അല്ലേ? ഓപ്പൺ സിലബിൾസ് എന്ന് പറഞ്ഞാൽ ദീസ് സിലബിൾസ് എൻഡ് വിത്ത് എ വവൽ സൗണ്ട് ആൻഡ് ഡു നോട്ട് ഹാവ് എ കോൺസണന്റ് അറ്റ് ദ എൻഡ്. അതായത് there will be no coda. Then we talked about closed syllables. These syllables end with a consonant sound, meaning they have a coda. Then we discussed about complex syllables. These syllables contain clusters of consonants either at the beginning, that means onset, or the end, which means coda of the syllable, or both. അതാണ് കോംപ്ലെക്സ് സിലബിൾസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആക്ച്വലി ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ചുകൂടെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് കോൺസണൻറ്റ് ക്ലസ്റ്റേഴ്സ്, എബട്ടിംഗ് കോൺസണൻസ്, അറസ്റ്റിംഗ് റിലീസിംഗ് കോൺസണൻസ്, ആംബിസിലാബിക് കോൺസണൻസ് ആൻഡ് ഫൊണോടാക്ടിക്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. ബട്ട് ഇതിൻ്റെ ലെങ്ത് കുറച്ച് കൂടിയതുകൊണ്ട് വിൽ ഡിസ്കസ് ദീസ് ടോപ്പിക്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇതുവരെ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Thank you.